Everyone, this is Niranjana here. So, ഇത് പാർട്ട് 2 ഓഫ് വാഗമൺ വീഡിയോ ആണ്. വാഗമൺ ഫസ്റ്റ് പാർട്ട് ഒരു വാസ്ത എന്ന റിസോർട്ടിൽ താമസിച്ചതിൻ്റെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. സോ ദിസ് ഇസ് പാർട്ട് 2 where we stayed at this ഒരു ഹോം സ്റ്റേ റിസോർട്ട് പോലത്തെ ഒരു പ്ലേസ് ബൈ ദ നെയിം ഹെയിൽ വാഗമൺ. ഇവിടെയാണ് ഞങ്ങൾ 2 days താമസിച്ചത്. ഇൻഫാക്റ്റ് ആദ്യം ഞങ്ങൾ താമസിച്ചത് ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ടാണ് വാസ്തയിലേക്ക് പോയത്. ഇതൊരു റിസോർട്ടെന്ന് വിളിക്കാൻ പറ്റില്ല, ഹോം സ്റ്റേ പോലെ 6 റൂംസാണ് മൊത്തം ഉള്ളത്. ആൻഡ് ദെൻ യു ഹാവ് എ കെയർ ടേക്കർ ആൻഡ് സം വർക്കേഴ്സ് ഒക്കെ അവിടെയുണ്ട്. ആൻഡ് ഒരു ഡെഡിക്കേറ്റഡ് ഡൈനിങ് ഏരിയ, പൂൾ, ക്യാമ്പ് ഫയർ, അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇറ്റ്സ് വെരി കാം. ഉപ്പുതുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഉപ്പുതറയാണെന്ന് തോന്നുന്നു, സോറി, ഉപ്പുതറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഒരു 20 kilometers അവേ ഫ്രം വാഗമണിൻ്റെ ബേസിക് അട്രാക്ഷൻസ് ലൈക്ക് ഈ മൊട്ടക്കുന്ന് അതിൽ നിന്നൊക്കെ നീങ്ങിയിട്ടാണ്. അപ്പം കുറച്ച് ഹൈറ്റിലാണ്, കുറച്ച് ഉള്ളിലേക്കാണ്. പക്ഷേ ഇറ്റ്സ് വെരി കാം. ഞങ്ങൾ 2 days അവിടെ എവിടെയും പുറത്ത് പോകാണ്ട് അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. സോ ഞങ്ങൾ ചൂസ് ചെയ്തത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഫ്ലോറിലുള്ള സുപ്പീരിയർ എന്നുള്ള റൂമാണ്. ഭയങ്കര നല്ല വ്യൂ ആണ് ബാൽക്കണിയിൽ നിന്ന്. അതാണ് എൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വെരി സ്പേഷ്യസ് റൂംസ്, എ സിയും ഫാനും എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും ഇടേണ്ടി വരില്ല. ആൻഡ് ദിസ് ഇസ് ദ വ്യൂ ഫ്രം ദ റൂം. പൂളിൽ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇറങ്ങിയതേ ഇല്ല, കാരണം നമ്മൾ തണുപ്പായിരുന്നു. ഉച്ചയ്ക്ക് പിന്നെ പകലൊക്കെ വൈകിട്ടൊക്കെ ബിസി ആയിരുന്നു. സോ പൂൾ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ആണ് ഇറങ്ങിയത്. വന്ന പാടെ ഫുഡ് കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങി. പിന്നെ ഒരു 5 മണിക്ക് എണീറ്റപ്പോൾ കണ്ട രംഗം ഇതാണ്. അപ്പം ഇങ്ങനെ കോടയൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഒരു കോഫിയൊക്കെ കുടിച്ചു. ഈ ബാൽക്കണിയിൽ എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല. മഴയാണെങ്കിലും വെയിലാണെങ്കിലും അവിടെ ഒരു ചെയറും ടേബിളും ഒക്കെ ഉണ്ട്. അതൊക്കെ പിടിച്ചിട്ട് അവിടെ കുറേ നേരം അങ്ങനെ ഇരുന്ന് ആ കാറ്റൊക്കെ കൊണ്ട് ഭയങ്കര കാമിങ് ആയിരുന്നു. ഈ ഒരു വ്യൂവിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഞങ്ങൾ ഈ ഒരു ഹോം സ്റ്റേ പ്രിഫർ ചെയ്തത്. ഇപ്പോൾ മൊത്തം 6 റൂംസാണെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു റൂമെങ്കിലും ഫാമിലി ഓക്യുപ്പൈ ചെയ്താൽ പിന്നെ ഒരു ഫുൾ പ്രോപ്പർട്ടി അങ്ങനെ ഫാമിലിക്ക് തന്നെ കൊടുക്കുള്ളൂ. അതുകൊണ്ട് മൊത്തത്തിൽ ഒരു കാം ആൻഡ് സേഫ് ഫീലിംഗ് ആണ് അവിടെ ഉള്ളത്. അവർക്കൊരു ഇൻഹൗസ് റെസ്റ്റോറൻ്റ് ഉണ്ട്. വേണമെങ്കിൽ അവിടെ പോയിരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ ഈ ബാൽക്കണിയിൽ ഇരുന്ന് കഴിക്കാം. ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ലഞ്ചും ഒരു ദിവസത്തെ ഡിന്നറും ഒക്കെ കഴിച്ചത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ലിമിറ്റഡ് മെനു ആണ്, തീരെ ലിമിറ്റഡ് അല്ല. ഇറ്റ് വാസ് ഫൈൻ. പ്രൈസിങ് വൈസ് ഓക്കെ ആയിരുന്നു, ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു. പക്ഷേ കുറച്ച് ഡിലേസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് ലഞ്ച് കിട്ടാൻ ഒരു 1.5 മണിക്കൂർ വൈകി. LPG ഷോർട്ടേജും മറ്റു കാര്യങ്ങളൊക്കെയാണ്, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഞാൻ നെറ്റ്പിക്ക് ചെയ്യുന്നില്ല. എന്തായാലും ഒരു ഫുൾ ഫ്ലെഡ്ജ് റിസോർട്ട് അല്ലെങ്കിൽ ഹോട്ടലിൽ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലല്ലോ. സോ ഐ അണ്ടർസ്റ്റാൻഡ് the difficulties or the challenges, but അവിടുത്തെ റിസോർട്ട് മാനേജർ ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും they tried their best to make us feel at home. പവർ ഔട്ടേജ് ഇടയ്ക്ക് വന്നു, ആ പ്രശ്നം അങ്ങ് സോൾവ് ആയി. ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്ന സെക്കൻഡ് ഡേ. അപ്പം അവർ ബാർബിക്യൂ ഒക്കെ രാത്രി ട്രൈ ചെയ്തു. അതും പക്ഷേ ഒരു 11 ഒക്കെ ആയപ്പോഴത്തേക്കും മൈൻഡപ്പ് ചെയ്തു. സോ ഓവറോൾ നമുക്കങ്ങനെ സ്ലീപ്പ് ഡിസ്റ്റർബൻസോ അങ്ങനെ ഒന്നും പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. എന്ത് കാര്യം പറഞ്ഞാലും അവർ ദേ ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ വാഷ്റൂമിൻ്റെ വീഡിയോ ആഡ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ റിയലൈസ് ചെയ്തു. ഇറ്റ് വാസ് വെരി നീറ്റ് ആൻഡ് ക്ലീൻ. ആൻഡ് ആവശ്യത്തിന് ഷവർ ജെൽ, ഷാംപൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ടവൽസ് എല്ലാം അവൈലബിൾ ആയിരുന്നു. നൈറ്റ് ടൈമിലാണെങ്കിലും ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ക്രിസ്മസ് ലൈറ്റ്സ് പോലെ. ഇപ്പം കണ്ട ആ കാറ് വരുന്നില്ലേ, അവിടെയാണ് ഷെയർഡ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. ഒരു 4 കാറൊക്കെ അവിടെ പാർക്ക് ചെയ്യാം. ആൻഡ് ഇത് ഡൈനിങ് ഏരിയ വേണമെങ്കിൽ പുറത്തും ഒരു ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻഡോർ സ്പേസിലും ഉണ്ട്, അതല്ലാതെ കുറച്ച് പുറത്തോട്ടും ഉണ്ട്. ഡിന്നറൊക്കെ കഴിഞ്ഞ് ഒരു ലെമൺ ടീ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പതുക്കെ മുറിയിൽ പോയി കിടന്നു. ദാറ്റ് ഈസ് ഹൗ വി യൂഷ്വലി വൈൻഡ് അപ്പ് അവർ ഡേ. ആൻഡ് അവിടുത്തെ ഒരു വെതറിൽ ദാറ്റ് വാസ് നീഡഡ്. അപ്പോൾ മോർണിംഗ് ഇതായിരുന്നു വ്യൂ. എഴുന്നേറ്റ് ഇത് ഒബ്വിയസ്ലി ഈ വീഡിയോയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്താണ്. ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ബെഡ് കിടന്നത്, അത് വേറെ കാര്യം. പക്ഷേ ദിസ് ഇസ് ഹൗ ഇറ്റ് ഫെൽറ്റ് ലൈക്ക്. രാവിലെ കർട്ടൻ മാറ്റിയിട്ട് ഈ ഒരു വ്യൂ കണ്ട് എണീക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയായിരുന്നു. എന്നാ ഒരു ഫ്രഷ് എയർ ആണോ എന്താണെന്നറിയില്ല. എനിക്ക് പൊതുവേ ഈ ത്രോട്ട് ഡ്രൈനെസ്സും പ്രോബ്ലം ഒക്കെ എപ്പോഴും വരും ട്രാവൽ ചെയ്യുമ്പോൾ. എസ്പെഷ്യലി തണുത്ത സ്ഥലത്ത് എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ഡ്രൈനെസ്സോ ഒന്നും ഉണ്ടായില്ല. ത്രോട്ടിനൊരു പ്രോബ്ലം ഉണ്ടായില്ല. ചുമ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല. നല്ല സ്ലീപ്പായിരുന്നു. എൻ്റെ സ്ലീപ്പും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു എയർ ക്വാളിറ്റി അങ്ങോട്ട് ഇമ്പ്രൂവ് ആയപ്പോഴത്തേക്കും എൻ്റെ ഹെൽത്തും ഇമ്പ്രൂവ് ആയി. ഞാനിങ്ങനെ പറയായിരുന്നു ഹസ്ബൻഡിൻ്റെ അടുത്ത്, നമുക്കിന്ന് അവിടെ പോയി അങ്ങ് സെറ്റിൽ ചെയ്താലോ. ആസ് എ സിറ്റി ബോൺ ഗേൾ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇടയ്ക്കിടയ്ക്കെങ്കിലും അങ്ങനെ പോകണമെന്ന് തോന്നി. ഏകദേശം ഒരു ഇൻഫിനിറ്റി പൂൾ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പൂളിലേക്ക് ഇറങ്ങി. നല്ല രസമായിരുന്നു. എനിക്ക് ആക്ച്വലി നീന്താനൊന്നും അറിയില്ല. എനിക്ക് പൂളിൽ അങ്ങനെ നടക്കാനേ അറിയുള്ളൂ. പക്ഷേ എനിക്കതും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അവിടെ ഇരുന്ന വ്യൂ അങ്ങനെ എൻജോയ് ചെയ്ത് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാമെന്ന് തോന്നി. അവർ പൂളൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ. അതായത് രാവിലെ അവരതിലെ ക്ലീനൊക്കെ ചെയ്ത് അതിൻ്റെ വാല്യൂസൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മളെ അറിയിച്ചിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. സോ പൂളൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു. വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. വേറെ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രൈവസി ആയിരുന്നു പൂളിൽ. എത്ര നേരം വേണമെങ്കിലും ആ വ്യൂ കണ്ട് അങ്ങനെ ഇരിക്കാമായിരുന്നു. പക്ഷേ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ്, ബട്ടർ, ഉപ്പുമാവ്, ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇറ്റ് വാസ് ഓൾ നൈസ്. അങ്ങനെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇറ്റ് വാസ് ഓൾ സെർവ്ഡ് ഗുഡ്. സോ ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഡേ മോർണിംഗ് ആണ്. ഇന്നത്തെ ദിവസം എവിടെയും പോകണ്ടെന്ന് വിചാരിച്ചെങ്കിലും വൈകുന്നേരം ആയപ്പോൾ വി ജസ്റ്റ് തോട്ട് വീൽ ജസ്റ്റ് സ്റ്റെപ്പ് ഔട്ട്. വണ്ടിയും കൊണ്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അതിന് മുമ്പ് അവിടെയൊക്കെ വീണ്ടും ഒന്നും കൂടി ഒന്ന് ചുറ്റിക്കണ്ടു. ഒരു കയറ്റം പോലെയാണ് ഫുൾ പ്രോപ്പർട്ടി. അപ്പം നിരപ്പായ രീതിയിൽ നടക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല സ്ട്രെനുവസ് ആണ് പ്രോപ്പർട്ടിക്കുള്ളിൽ നടക്കാനായിട്ട്. ദാറ്റ് ഈസ് ഓക്കെ. എൻ്റെ ഊഞ്ഞാലും ഒക്കെ കംഫർട്ടബിളി ഇരുന്ന് ആടാം. പിന്നെ ഈ മൊസ്കിറ്റോ ബൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും റിപ്പലൻറ്റോ ഒക്കെ കരുതുന്നത് നല്ലതായിരിക്കും, കാരണം ഇത് അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ആണല്ലോ. സോ നോ കംപ്ലയിൻറ്റ്സ് ദെയർ. എന്തായാലും എൻ്റെ ഹസ്ബൻഡ് ആദ്യമായിട്ട് തൊട്ടാവാടി കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അതിൽ പിടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് സർപ്രൈസ്ഡ് ഇയാൾ ആദ്യമായിട്ടാണ് അത് കാണുന്നതെന്നുള്ളത്. അങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഫ് യു ലൈക്ക് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ, ചെടികളും കുറേ പൂക്കളും മരങ്ങളും ഒക്കെ ആയിട്ട്, യു വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ദിസ് പ്ലേസ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും റെഡി ആയതുകൊണ്ട് വി തോട്ട് വിൽ ജസ്റ്റ് ഗോ ഔട്ട്. അപ്പോൾ ഊഞ്ഞാലൊക്കെ ഉണ്ട്, പിള്ളേരൊന്നും എല്ലാത്തിനും വേണ്ടി ഞങ്ങൾ ഇരുന്നങ്ങ് ആടി. അവിടെ അയ്യപ്പൻ കോവിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, അത് കാണാനായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഐ തിങ്ക് ഞങ്ങൾ താമസിച്ചിടത്തുനിന്ന് ഒരു 5 കിലോമീറ്റർ എന്തോ ദൂരത്താണ്. ഹാങ്ങിങ് ബ്രിഡ്ജ് മെറ്റലാണ്. എനിക്കിങ്ങനെ ഭയങ്കര ധൈര്യമായതുകൊണ്ട് ഞാൻ അതിൻ്റെ വാതിൽക്കൽ കയറി അവിടെ അങ്ങ് നിന്നു, അങ്ങോട്ട് ദൂരേക്ക് നടന്നില്ല. ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെയൊക്കെ ഷൂട്ടൊക്കെ. എനിക്ക് ഹസ്ബൻഡ് തന്നെ എനിക്ക് ചിരി വരുന്നു. രംഗീൻ, അതെ, കഴിഞ്ഞ വർഷം എൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ രംഗീൻ അങ്ങോട്ട് പോയിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വന്നു. എനിക്ക് കയറണം എന്നുണ്ടായിരുന്നു, പക്ഷേ മഴയായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഈ പാലം ഭയങ്കരമായിട്ട് കിടന്ന് ആടുന്നുണ്ടായിരുന്നു. ഒട്ടിയൊന്നും വീഴത്തില്ലെന്ന് എനിക്കറിയാം, ബട്ട് ഐ ജസ്റ്റ് ഡിഡ്ന്റ് ഹാവ് ദ കോൺഫിഡൻസ് ടു ഗോ. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ ഭയങ്കര നല്ല വ്യൂ ആയിരുന്നു. ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഭയങ്കര ക്രൗഡഡ് ഒന്നും ആയിരുന്നില്ല. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. തിരിച്ചുള്ള ഡ്രൈവിൽ വി തോട്ട് എവിടെയെങ്കിലും ഇറങ്ങി ചായ വല്ലതും കുടിക്കണമെന്ന്. പക്ഷേ അങ്ങനെ ഒരു സ്ഥലമല്ല കേട്ടോ. അങ്ങനെ ഒരു ചായക്കട പോലും ആ വഴിയിൽ അങ്ങനെ കണ്ടുപിടിക്കാനും പാടായിരുന്നു. പിന്നെ വണ്ടി നിർത്താനും കുറച്ച് നാരോ റോഡ്സും ഒക്കെ ആയിരുന്നു. പിന്നെ നല്ല മഴയുമായിരുന്നു. സോ വി ജസ്റ്റ് തോട്ട് വിൽ ഗോ ബാക്ക്. തിരിച്ചവിടെ പോയിട്ടൊരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാമെന്ന് വിചാരിച്ചാൽ പോയത്, പക്ഷേ അവിടെ ഹോട്ട് ചോക്ലേറ്റ് ഇല്ലായിരുന്നു. ഇതാണ് എൻ്റെ ലാൻഡ്മാർക്കായിട്ട് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, ഈ സെയിൻറ്റ് അൽഫോൺസ ചേർച്ച്. സോ സെക്കൻഡ് ഡേ ഇവിടെ എത്തിയപ്പോൾ എനിക്കെന്തോ എൻ്റെ വീട്ടിലെത്തിയ പോലെ ഫീൽ ആയിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, വെൻ ഐ ഗോ സ്റ്റേ ഇൻ എ പ്ലേസ് 2 ദിവസം കഴിയുമ്പോൾ ലാൻഡ്മാർക്സ് ഒക്കെ പഠിക്കും, എന്നിട്ട് അതെൻ്റെ സ്വന്തം സ്ഥലം പോലെ വീട്ടിലെത്തിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ആൻഡ് വൈകുന്നേരം വീണ്ടും ഇറങ്ങിയിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു, കാരണം നെക്സ്റ്റ് ഡേ ലീവ് ചെയ്യുവാണ്. കുറച്ച് സാഡായിട്ടാണ് വൈകിട്ടിരുന്നത്. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പിന്നെ ഞങ്ങൾ പൂളിലേക്കൊന്നും പോയില്ല. വി ജസ്റ്റ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഞങ്ങൾ പതുക്കെ ചെക്കൗട്ട് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. ആ കാറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിലും ബെറ്റർ ആവില്ല ഇനിയത്തെ പ്ലേസ് എന്ന് പറഞ്ഞുറപ്പിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. വാസ്തയുടെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇറ്റ് വാസ് റിയലി നൈസ്. ദാറ്റ് സെഡ്, ഈ ഹെയിലിനൊരു ഹോം ലൈക്ക് ഫീലിംഗ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് അത് ആ ഒരു ബിൽഡിംഗ് ആൻഡ് അവിടുത്തെ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഒരു റിസോർട്ട്, ഒരു ഹോട്ടൽ താമസിക്കുന്ന പോലെയല്ല. അമ്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഒരു വെക്കേഷൻ ഹോം താമസിക്കാൻ വന്ന പോലെ. സോ ദാറ്റ് വി റിയലി ലവ്ഡ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 11 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇനി ഒരു 1 hour ഡ്രൈവാണ്. കോലാഹലമേടിലാണ് ഞങ്ങൾ ഇനിയത്തെ റിസോർട്ട് ഇരിക്കുന്നത്, അങ്ങോട്ടേക്ക് പോകുന്നത്. റോഡൊക്കെ ഭയങ്കര നാരോ റോഡുകളും മഴയും ഒക്കെ ആയിരുന്നു. ഇനി പോകുന്ന വഴിയിൽ കുറേ കോടയൊക്കെ കണ്ടാണ് പോയത്. ഭയങ്കര എൻജോയബിൾ ഡ്രൈവായിരുന്നു, തോട്ടത്തിൻ്റെ നടുക്കൂടെയൊക്കെ. ഓവറോൾ ഭയങ്കര ഒരു റിഫ്രഷിങ് ചേഞ്ച് ആയിരുന്നു. ആൻഡ് നിങ്ങൾ ഓൾറെഡി വാസ്തയുടെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് പറ്റുമെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രൈവിന് പോയി ആ ശുദ്ധവായു ഒക്കെ ശ്വസിച്ചിട്ടൊന്ന് വരിക. ഇറ്റ് വിൽ മേക്ക് എ ലോട്ട് ഓഫ് ചേഞ്ച്. മെൻറ്റാലിറ്റി തന്നെ മാറിപ്പോവും. തിരിച്ചു വന്ന് ഐ ബിക്കേം എ കാം പേഴ്സൺ എന്ന് വേണം പറയാൻ. ഹസ്ബൻഡാണ് അങ്ങനെ പറയുന്നത്. എനിവേ, അപ്പം ഐ വിൽ സീ യു ഓൾ. ബൈ.